അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ചിക്കൻ കറിയാണ്. ഇത് ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു കറിയാണ്. അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്ക് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അന്നത്തെ ബെസ്റ്റ് പ്രൈസിൽ സാധനങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ചിക്കൻ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം സൈസ് ആയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ചിക്കൻ്റെ ലെഗിൻ്റെ ഈ ഭാഗത്ത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. മസാല ഉള്ളിലേക്ക് കടക്കാനാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതൊക്കെ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു ബൗൾ എടുത്തിട്ട് ഈ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും, ഞാനിവിടെ എല്ലാത്തിനും കാശ്മീരി റെഡ് ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ എരിവൊക്കെ നിങ്ങളുടെ പാകത്തിന് നിങ്ങൾ ചേർത്തെടുത്താൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഈ മസാലയൊക്കെ എല്ലായിടത്തും യോജിച്ച് വരത്തക്ക രീതിയിൽ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഇത് ഞാൻ തീരെ ചെറിയ പീസാക്കിയല്ല കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഞാനിത് പ്രഷർ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ പീസാകുമ്പോൾ പെട്ടെന്ന് വെന്തുടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ ഒരു സൈസിൽ ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചത്. ഇത്രയും മതി. ഇനി ഇത് മാറ്റി വെക്കാം. 5 മിനിറ്റ് മാത്രമേ ഞാനിത് മാറ്റി വെക്കത്തുള്ളൂ. ആ സമയം കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മസാല തയ്യാറാക്കുന്നത്. ഇതിൻ്റെ മസാല ഒന്ന് ചൂടാക്കി പൊടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് 1 ടീസ്പൂണ് ക്യുമിൻ സീഡ്, അതായത് ചെറിയ ജീരകം, അതിട്ട് കൊടുക്കാം. ഫ്ലെയിം വളരെ കുറച്ചിട്ടിട്ട് വേണം നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ഒരു 6 or 7 ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടാക്കി കൊടുക്കണം. ഈ ജീരകം ചൂടാകുമ്പോൾ തന്നെ നല്ലൊരു മണം വരും. ആ സമയം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്തിട്ടാണ് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഞാൻ ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ആ മസാലപ്പൊടികൾ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കടലമാവും, അതായത് ബേസൻ പൗഡറാണിത്. കടലമാവിൻ്റെ അളവ് കൂടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പാകത്തിനുള്ള ഉപ്പ്. ഈ ഉപ്പിടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവൂ. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഒരുപാട് എരിവൊന്നും വരത്തില്ല കേട്ടോ, കാരണം മറ്റേത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ 5 മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതെങ്ങനെയാണ് കറിയാക്കുന്നതെന്ന് നോക്കാം. പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തതാണ് നല്ലത്, കാരണം ഇതൊരു നോർത്ത് ഇന്ത്യൻ ടൈപ്പ് കറിയാണ്. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 6 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, 2 ഏലക്കായ, 3-4 പീസ് പട്ട, ഇതുപോലെ ചെറിയ പീസ് പട്ട, ഇത് ഇത്രയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടാകുമ്പോഴേക്ക് നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് വഴറ്റി കൊടുക്കാം. ഇതിവിടെ വഴണ്ടി വരുന്ന നേരം കൊണ്ട് ഞാനിവിടെ 4 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഈ ടൊമാറ്റോ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം. സവാള ഇവിടെ വഴണ്ടി വരുമ്പോഴേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം. ഓൾറെഡി നമ്മൾ ചിക്കനിലേക്ക് കൂടുതൽ ചേർത്തത് കൊണ്ടാണ് ഇതിൽ കുറവായിട്ട് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെളിയിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. എല്ലാം കൂട്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം.
ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. ഇതൊന്ന് സ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇളക്കി നമുക്ക് എണ്ണ തെളിയുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിവിടെ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ ഈ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിവിടെ ഞാൻ 5 മിനിറ്റ് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഉണ്ടല്ലോ, അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ചെറിയ ജീരകത്തിൻ്റെ ഏലക്കയുടെയും പൊടി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു പീസ് ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കും. നല്ല ഒരു ഇഞ്ചിയുടെയൊക്കെ ഒരു ഫ്ലേവർ ചേർന്ന ഒരു കറിയാണിത്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം, പച്ചവെള്ളം ഇതിലേക്ക് ഒഴിക്കരുത്. ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് കുക്കർ മൂടി മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരെ ഇത് വേവിച്ചെടുക്കണം. 1 വിസിൽ കേട്ട് കഴിഞ്ഞ ഉടൻ നമ്മളിത് ഓപ്പൺ ചെയ്യരുത്. ഇതിനുള്ളിലെ പ്രഷറെല്ലാം പോയ ശേഷം മാത്രമേ ഈ കുക്കർ ഓപ്പൺ ചെയ്യാവൂ. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണം തോന്നുകയാണെങ്കിൽ ഇപ്പം 1 കപ്പ് എന്നുള്ളത് 2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഗ്രേവി ഇതിന് അത്ര നന്നായിരിക്കത്തില്ല. ഒറ്റ വിസിൽ വരെ നമ്മളിത് വേവിച്ചെടുക്കാവൂ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ഇനി ഇത് വേവിച്ചെടുക്കുന്നത്. ഇതിവിടെ 1 വിസിൽ കേട്ടിട്ടുണ്ട്. ഞാനിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഞാനിവിടെ അതിൻ്റെ വെയിറ്റ് മാറ്റിയിട്ട് കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. കണ്ടോ, കറിയുടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും വെന്ത് കുഴയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാനിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. കണ്ടോ, ഇവിടെ നല്ല ചൂടുള്ള ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചതിൽ കുറച്ച് മസാലപ്പൊടി ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയിലോടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ ജീരകത്തിൻ്റെ ഏലക്കയുടെയും പൊടിയാണേ. നിങ്ങൾക്ക് കസൂരി മേത്തി വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബാച്ചിലർ സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇപ്പം നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഇതൊന്നും അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു കറിയാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഈ കറിയും ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്.